Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോ എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിൻ്റെ സ്പഞ്ച് ചെയ്യുന്ന റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എഗ്ഗൊന്നും ഇല്ലാതെ അതുപോലെ തന്നെ ബീറ്ററൊന്നും യൂസ് ചെയ്യാതെ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എഗ്ലെസ് കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ബട്ടർ മിൽക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മിൽക്കാണ് ടോട്ടലായിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഹാഫ് ഭാഗം നമുക്ക് ഈ ഒരു ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വിനേഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനേഗർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു തൈര് പോലെ ഇങ്ങനെ പിരിഞ്ഞ് വരും കേട്ടോ. അതാണ് ബട്ടർ മിൽക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ടൈം തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിങ്ങനെ കട്ടായിട്ട് ഇങ്ങനെ വരും. അതിന് ഇതിനെ നമുക്കൊരു കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. സാധാരണ ഞാൻ ബാറ്ററൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എഗ്ഗിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇത് എഗ്ലെസ് റെസിപ്പി ആയ കാരണം ഫ്ലോറിൽ ഡയറക്റ്റായിട്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ചാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂണ്, അല്ലാന്നുണ്ടെങ്കിൽ ഡാർക്ക് കൊക്കോ പൗഡർ അല്ലാന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമുക്കിപ്പോൾ ഒരു 2-3 പ്രാവശ്യം വരെ അങ്ങനെ വീണ്ടും ആയിട്ട് അരിച്ചെടുക്കുക. ഇനി നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കിനെ നമുക്ക് വേറൊരു വലിയൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം തന്നെ ബട്ടർ മിൽക്ക് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ വലിയൊരു ബൗളിലായിട്ട് തയ്യാറാക്കുക എന്നുണ്ടെങ്കിൽ ഇതുപോലെ മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഈ ഒരു പാലിങ്ങനെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഷുഗർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഷുഗർ പൗഡറാണ് കേട്ടോ. ഇത് ഒന്നിച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂണ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഓയിലും അതുപോലെ ഷുഗറും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വരണം കേട്ടോ. ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ട്, നമ്മൾ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, എന്നാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് മെൽറ്റായിട്ട് അതിൽ അങ്ങനെ ആയിട്ട് ചേർന്ന് പോകും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടില്ല. ആദ്യം തന്നെ വാനില എസൻസും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിത് വാനില എസൻസ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതാണ്. പിന്നെ നമ്മൾ കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്ന സ്പഞ്ചിൽ വാനില എസൻസ് നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അത് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ വാനില എസൻസ് 1 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യം ഒരു 2 സ്പൂണോളം ചേർത്ത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മിൽക്കില്ലേ, ബട്ടർ മിൽക്ക് എടുത്തതിൻ്റെ ബാക്കി മിൽക്കില്ലേ, അത് ഇതിലേക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം കുറച്ച് ഫ്ലോർ ഇടുക, അത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം മിൽക്ക് ചേർത്ത് കൊടുക്കുക, വീണ്ടും ഫ്ലോർ ഇടുക, അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്ലോർ ആയിരിക്കണം ലാസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 7 ഇഞ്ച് സൈസിലുള്ള ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തതിൻ്റെ ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ എഗ്ഗ് വെച്ചിട്ട് ചെയ്യണ കേക്കിൻ്റെ അത്രയും ഹൈറ്റിലൊന്നും എഗ്ലെസ് കേക്ക് പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ കഴിയുന്നതും സൈസ് കുറഞ്ഞിട്ടുള്ള ടിൻ സൈസ് എടുക്കുക, എന്നിട്ട് ബേക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ 1 kg എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 7 ഇഞ്ചിൽ ചെയ്താൽ മതി, അത്യാവശ്യം ഹൈറ്റ് കിട്ടും. ഇതിനെ 180 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 40-45 മിനിറ്റ് സമയം എടുത്തു ഇതൊന്ന് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. എഗ്ഗ് വെച്ചിട്ടുള്ള കേക്കാകുമ്പോൾ നമുക്ക് ചൂടോട് കൂടിയിട്ടും ടിന്നിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. എഗ്ലെസ് അങ്ങനെയല്ല, ചൂട് ഫുള്ള് മാറിയതിൻ്റെ ശേഷം മാത്രമേ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ചൂട് മാറിയതിൻ്റെ ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കണം കേട്ടോ.
അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എഗ്ലെസ് കേക്ക് ആണെന്നുണ്ടെങ്കിലും എഗ് കേക്ക് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ് കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിനെ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് അധികം കൂടുതൽ കട്ടിയൊന്നുമില്ല. നിങ്ങൾ കണ്ടില്ല, അത്യാവശ്യം ഉയരം ഹൈറ്റിൽ മാത്രമേ ഈ ഒരു കേക്ക് പൊങ്ങി വന്നിട്ടുള്ളൂ, ഒരുപാട് ഹൈറ്റിലൊന്നുമല്ല. അപ്പോൾ 3 ലെയറായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 kg കേക്കൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. 7 ഇഞ്ച് സൈസിൽ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു എഗ്ലെസ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്